സൂക്ഷിച്ചിട്ടുള്ള പുരാതന മൂല്യങ്ങൾ കൊള്ളയടിക്കുന്നതിനിടയിൽ നാട്ടുകാർ വളഞ്ഞു പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച പ്രതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ അപമാനമുണ്ടാക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ മകുറാൽ പുത്തൂരിനും ഏറെ അപമാനമുണ്ടാക്കിയ വ്യക്തി മുജീബ് കമ്പാരിനെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. കള്ളൻ എന്നത് ഒരലങ്കാരമായി കാണുന്ന മുജീബ് കമ്പാർ എന്ന നിധി മുജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഏറെ സംശയമുണ്ടാക്കുന്നതാണ്. ഈ അടുത്ത വർഷങ്ങളിലായി അയാൾക്കുണ്ടായ സാമ്പത്തിക നേട്ടം ചെറുതല്ല. ഇത് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് അധികാരികൾക്ക് SDPI പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവ് മുജീബ് കമ്പാരിനെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം തുടർന്നുകൊണ്ടിരിക്കുന്നത് കുറ്റകരമായ മൗനമാണ്. ഈ മൗനം കള്ളനായ ഭരണാധികാരിക്ക് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാടിന്റെ വികസനങ്ങളിൽ വലിയ തകർച്ചയുണ്ടാക്കുന്നതാണ്. നമ്മൾ നൽകുന്ന നികുതി പണം കള്ളനായ ഒരു ഭരണാധികാരി ദൂർത്തടിച്ച് നശിപ്പിക്കുക തന്നെ ചെയ്യും. തീർച്ചയാണ് മുസ്ലിം ലീഗ് സമുദായത്തിന്റെ പേര് വെച്ചുകൊണ്ട് കള്ളനായ ഒരു ഭരണാധികാരിക്ക് വീണ്ടും വീണ്ടും കളവ് നടത്താനുള്ള അവസരമാണ് ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവളെയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകളെ ധിക്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി കുറ്റസമ്മതം നടത്തിയ ഒരു ഭരണാധികാരി പരസ്യമായി അതിന് പശ്ചാത്താപവും നടത്തേണ്ടതാണ്. അതാണ് ഈ സമൂഹത്തിന് അയാൾ ചെയ്യേണ്ട മാതൃക. മുജീബ് കമ്പാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരപ്രഖ്യാപന വിളംബരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മുജീബ് കമ്പാർ എന്ന കള്ളനായ ഭരണാധികാരിയെ ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വാർഡ് മെമ്പർ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതുവരെ നമ്മൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമ്പാറിൽ നടന്ന ഒരു സ്കൂളിന്റെ പരിപാടിയിൽ മുജീബ് കമ്പാർ ആ വേദിയിലുണ്ട്. എന്താ ഈ പൊതുജനം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു വിദ്യ നൽകുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ ഒരു സമീപനമാണോ ഇവിടെ ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്?
ആ ഒരു കള്ളനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണ്ട സ്കൂളിന്റെ പ്രോഗ്രാമുകൾ നമുക്ക് നടത്താൻ. ഈ പരിപാടി ഇന്ന് ഞങ്ങൾ ആരംഭിച്ചത് മുഗ്രാൽ പുത്തൂരിന്റെ സ്കൂളിന്റെ മുറ്റത്ത് നിന്നാണ്. മുഗ്രാൽ പുത്തൂരിന്റെ കലാലയ മുറ്റത്ത് നിന്ന് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാനുണ്ടായ കാരണം സ്കൂൾ മുറ്റങ്ങൾ, സ്കൂൾ വരാന്തകൾ അത് കള്ളന്മാർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള ഒന്നല്ല, അത് വിദ്യാർത്ഥികൾക്ക് അക്ഷരം പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ മുജീബിനെ പോലെയുള്ള കള്ളന്മാർക്ക് കയറി ചെന്നുകൊണ്ട് 4 ഫോട്ടോ എടുത്തുകൊണ്ട് ആ സ്കൂളിന്റെ അന്തസത്ത തകർക്കാനുള്ളതല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ മുസ്ലിം ലീഗ് ഈ പറയുന്ന മുജീബിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ലീഗ് പറയുന്ന പ്രസ്ഥാനം മുജീബ് കമ്പാറിന് ഇഷ്ടം പോലെ ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധ്യമാകുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പ്രതിഷേധിച്ചു എന്നാണ് മുസ്ലിം ലീഗുകാരൻ പറയുന്നത്. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. എവിടെയാ പ്രതിഷേധിക്കേണ്ടത് മുസ്ലിം ലീഗുകാരാ? നിങ്ങൾ നിന്റെ പാർട്ടിക്കകത്ത് കലഹമുണ്ടാക്കുക, നിന്റെ പാർട്ടിക്കകത്ത് നീ കലാപമുണ്ടാക്കുക, സംശയം വേണ്ട. ഈ കള്ളനെ പിടിച്ച് പിണ്ടം വെക്കാതെ പുറത്തെറിയാതെ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ പോലും നിങ്ങളെ പിന്നിൽ അണിനിരക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ആർച്ചവമുള്ള ഒരു മുസ്ലിം ലീഗുകാരനെങ്കിലും മുഗ്രാൽ പുത്തൂരിന്റെ മണ്ണിൽ ഇല്ലാതായി പോയല്ലോ എന്നതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന വിഷമം. ഈ കള്ളന് വേണ്ടി ജിന്ദാബാദ് വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് മുഗ്രാൽ പുത്തൂർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് അന്തസ്സാണ് CH പറഞ്ഞ ബാഫക്കി തങ്ങൾ പറഞ്ഞ അവസാനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ആശയത്തിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് കൊടുക്കുന്ന അന്തസ്സുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കള്ളനെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെ ഇനി വീണ്ടും കക്കാനുള്ള അവസരങ്ങള് പഞ്ചായത്തിനകത്ത് നൽകുകയാണ് മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പഞ്ചായത്തിനകത്ത് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമില്ലേ, ഈ നികുതി പണം ഇത്രയും വലിയ ധനമോഹിയായിട്ടുള്ള നിധിയെടുക്കാൻ പോകുക എന്ന് പറയുന്നത് ചെറിയ നിസാര സംഭവമല്ല. അത് പണത്തിനോടുള്ള അത്യാഗ്രഹമാണ്. അത്യാഗ്രഹിയായ ഒരു ഭരണാധികാരി നമ്മളുടെ നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരുകയില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധ്യമാവുക കൂട്ടരെ? തീർച്ചയായിട്ടും മുജീബ് കമ്പാറിന്റെ രാജി അത് മുഗ്രാൽ പുത്തൂരിന് ആവശ്യമാണ്. കള്ളനായ ഒരു ഭരണാധികാരിക്ക് തുടരാനുള്ളതല്ല മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ ഭരണ കേന്ദ്രമെന്ന് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് മുജീബ് കമ്പാറിനെ പറഞ്ഞു മനസ്സിലാക്കാനെങ്കിലും സാധ്യമാവുന്നതുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സെക്രട്ടറി മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ സ്പീക്കർ സെക്രട്ടറി പറഞ്ഞു, ഈ സമരം ഞങ്ങൾ തുടങ്ങിയത് 28-ാം തീയതിയാണ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, 28-ാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടങ്ങിയ ഈ ഒരു പരിപാടി എന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. മുജീബ് കമ്പാറിന്റെ രാജി അത് ഈ പഞ്ചായത്ത് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. അന്ന് മാത്രമേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പരിപാടിയിൽ നിന്ന് പിന്താങ്ങുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ കൂടിയിട്ടാണ് ഇത്തരം വിളംബര സമ്മേളനങ്ങൾ, ഇത്തരം വിളംബര സമരങ്ങള് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ നടത്തുന്നുണ്ട് മറ്റന്നാൾ രാത്രി സമരം. അതേപോലെ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഗ്രാൽ പുത്തൂരിന്റെ മണ്ണില് വാഹന പ്രചരണ ജാഥ ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ പഞ്ചായത്തിന്റെ മുമ്പില് ഒരു പന്തലങ്ങ് കൊണ്ടുവന്നിട്ടിടും. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ മുമ്പില് ഒരു പന്തലങ്ങ് കൊണ്ടുവന്നിട്ടിടും. ആ പന്തല് ഞങ്ങൾ കൃത്യമായി കഴിച്ചു മാറ്റണമെങ്കിൽ അത് മുജീബ് കമ്പാറിന്റെ രാജിയിലല്ലാതെ ആ ഒരു സമരപ്പന്തൽ അടിക്കാൻ ഇവിടെയുള്ളവർക്ക് സാധ്യമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിളംബര പ്രചാരണത്തിന്, ഈ ഒരു വിളംബര സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അറിയിച്ചുകൊണ്ട് മുജീബ് കമ്പാർ എന്ന് പറയുന്ന കള്ളന്റെ രാജി നമുക്ക് മുമ്പിലേക്ക് അനിവാര്യമാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ വിപ്ലവ വിഭാജ്യങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഇന്ത്യ, ജയ് സോഷ്യൽ ഡെമോക്രസി.